അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. 5ാം ക്ലാസ്സിൽ പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ടോപ്പ് പ്ലസ് കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഇവിടെ വരുന്നത്. അഖീദയിൽ 2025 നടന്ന പൊതുപരീക്ഷയിലെ ഏറ്റവും ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യനുകളെക്കുറിച്ചുള്ളൊരു ചർച്ച കൂടിയാണ് ഇവിടെ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, യോജിച്ചവ എടുത്തെഴുതാം. അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു ഫാത്തിഹ, ഇബ്നു അബി വക്കാസ്, ഇബ്നുൽ അവ്വാം റളിയല്ലാഹു, അബി വക്കാസ് റളിയല്ലാഹു ഉണ്ട്, ഇബ്നുൽ അവ്വാം റളിയല്ലാഹു, അൽ ഇഖ്ലാസ്, ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു. ഇവിടെ ഈ ബ്രാക്കറ്റിലുള്ള പദങ്ങൾ ഉപയോഗിച്ച് ശേഷം വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തണം. സുലുസുൽ ഖുർആനി, ഖുർആനിൻ്റെ 1/3 ഭാഗമെന്ന് പറയപ്പെടുന്നത് ഏതാണ്? സുലുസുൽ ഖുർആനി ഖുർആനിൻ്റെ 1/3 ഭാഗം. അപ്പോൾ അത് 3 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ മുഴുവൻ ഓതിയതുപോലെയാണ് അതിൻ്റെ പ്രതിഫലം. അപ്പോൾ ഖുർആനിൻ്റെ 1/3 ഭാഗം വരുന്ന അത്രയും വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്തിൻ്റെ അതിൽ അതേതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഏറ്റവും അവസാനത്തുനിന്ന് രണ്ടാമത്തത് അൽ ഇഖ്ലാസു, ഇഖ്ലാസ് സൂറത്താണ് ഖുർആനിൻ്റെ 1/3 ഭാഗം. സുബൈർ ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബാക്കി അദ്ദേഹത്തിൻ്റെ പേര് മുഴുവനായിട്ട് കൂട്ടി പറയണം. സുബൈർ ബിനുൽ അവ്വാം. അടുത്തത് സഈദു ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ പൂരിപ്പിക്കണം സഈദ് ബിനു സയ്യിദ് റളിയല്ലാഹു അൻഹു. ഇനി ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാതാവ് എന്ന് പറയപ്പെടുന്ന സൂറത്ത് ഏതാണ്? അതിൽ ഒന്നാമത്തെ ബ്രാക്കറ്റിൽ ഒന്നാമത്തത് ഫാത്തിഹ, അൽ ഫാത്തിഹ. ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാതാവ് ആരാണ്? ഉമ്മുൽ ഖുർആനായിട്ട് വരുന്നത് അൽ ഫാത്തിഹ. ഇനി സഅദ് എന്ന് കൊടുത്തിട്ട് ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നു, സഅദ് ബിനു അബി വക്കാസ്. അപ്പോൾ അവിടെ തെറ്റിപ്പോകരുത്. മൂന്നാമത്തെ ചോദ്യത്തിൽ സഈദ് എന്നാണ് കൊടുത്തത്, അത് സഈദ് ബിനു സയ്യിദാണ്. ഇവിടെ സഅദ് ബിനു അബി വക്കാസ്, സഅദ് ബാക്കി കൂട്ടിക്കൊടുക്കുന്നത് ഇബ്നു അബി വക്കാസിൻ്റെ മകൻ സഅദ്. ഇനി അടുത്തത് നോക്കൂ, ശരിയായതിന് ശരി എന്ന് കൊടുത്താൽ മതി. എന്താണ്? നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഓരോ ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റും. ഭയങ്കരമായ ഒരു തീ പുറപ്പെടും. ബ്രാക്കറ്റിലുണ്ട് മശ്രിക്കിൽ നിന്ന്, യമനിൽ നിന്ന്, മഗ്രിബിൽ നിന്ന്. ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ടാണ്. ഭയങ്കരമായൊരു തീ പുറപ്പെടും. ഇവിടുന്ന് പുറപ്പെടുക യമനിൽ നിന്ന്. യമനിൽ എന്നാണ് ഉത്തരം, ശരിയായ ഉത്തരം. വിശ്വാസകാര്യങ്ങൾ വിശദീകരിച്ചത് ഇവിടെ 3 ആളെ പേരുണ്ട്. ഇമാം ഷാഫി, ഇമാം മാലിക്, അബുൽ ഹസനുൽ അശ്ശരി. വിശ്വാസകാര്യങ്ങൾ വിശദീകരിച്ചത് ഈ അബൂ ഹസനുൽ അശ്ശരി റളിയല്ലാഹു അൻഹു ആണ്. ഇനി ഭ്രമണപഥത്തിൽ നീന്തുന്നത് ആരാണ്? ഗോളങ്ങൾ. ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നത് ഗോളങ്ങൾ. മദ്യപാനം അനുവദനീയമാണെന്ന് പറയൽ റിദ്ദത്താണ്, മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. മദ്യപാനം അനുവദനീയമാണെന്ന് പറയൽ മുർത്തദ്ദായി പോകും, അല്ലേ? അപ്പോൾ റിദ്ദത്താണത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവരാണ് മുബ്തദിഉകൾ അഥവാ പുത്തനാശയക്കാർ. ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവരാണ് മുബ്തദിഉകൾ. ഇനി സൃഷ്ടികൾ സാധാരണയിൽ അറിയാത്തതിന് എന്താ പറയുക? ഗൈബ്. സൃഷ്ടികൾ സാധാരണയിൽ അറിയാത്തതിന് പറയുന്ന പേരാണ് ഗൈബ്, മറഞ്ഞത്. ഇനി അങ്ങേ അറ്റത്ത് താഴ്മ ചെയ്യപ്പെടാൻ അർഹൻ ഒരാളേ ഉള്ളൂ. അതാരാണ്? അള്ളാഹു. അങ്ങേ അറ്റത്ത് താഴ്മ ചെയ്യപ്പെടാൻ അർഹൻ അള്ളാഹു. ഖുർആനിൻ്റെ അവതരണാരംഭം എവിടെ വെച്ചു? ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ ആരംഭം എവിടെ വെച്ചിട്ടാണ്? ഹിറാ ഗുഹയിൽ. പരലോകത്തേക്കുള്ള
കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പരലോകത്തേക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഇടമാണേത്? ഇഹലോകം. എണ്ണം എഴുതുക. സൂറത്തുൽ മക്കിയയുടെ എണ്ണം അഥവാ ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകളുടെ എണ്ണം. സൂറത്തു മക്കിയയുടെ എണ്ണം എത്രയാണ്? 86. 114 86 സൂറത്തുകളും മക്കിയാണ്. 86 സൂറത്തുകൾ മക്കിയ്. ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട കിതാബുകൾ എത്ര ഉണ്ടായിരുന്നു? 3. ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട കിതാബുകൾ ഡാഷ് 3. ഇനി സൂറത്തു മദനിയയുടെ എണ്ണം എത്രയാണ്? അപ്പോൾ ഖുർആനിലെ സൂറത്തുകൾ രണ്ട് തരമാണ്. ഒന്ന് മക്കിയ്, ഒന്ന് മദനിയ്. മക്കിയ് എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് ഇറങ്ങിയതൊക്കെ മക്കിയ്, ഹിജറക്ക് ശേഷം ഇറങ്ങിയതൊക്കെ മദനിയ്. അപ്പോൾ സൂറത്ത് മദനിയുടെ എണ്ണം 28. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ഇവിടെ മുഴുവനാക്കിയിരിക്കുകയാണ് അഖീദയുടെ. ഇനി വീണ്ടും അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇന്നാ നഹ്നു നസ്സൽ ഡാഷ്, ഇന്നാ നഹ്നു ഡാഷ് പൂരിപ്പിക്കുക, ല ഹാഫിദൂൻ എന്നാണ്. അപ്പം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അപ്പം അഖീദയിൽ പറഞ്ഞ ആയത്തുകളും ഹദീസുകളൊക്കെ ഒന്ന് മനപ്പാടാക്കാൻ ശ്രമിക്കുക. ഇനി അലാ ഇന്ന ഡാഷ് യഹ്സനൂൻ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഇനി അടുത്തത് മൂന്നാമത്തതും അതും പൂരിപ്പിക്കാനാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ഡാഷ് എന്താണ്? ഇന്നി ബരീഉം മിൻ കുല്ലി ദീൻ ഡാഷ് അൽ ഇസ്ലാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇന്നി ബരീഉം മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം എന്നാണ് എഴുതേണ്ടത്, പൂരിപ്പിച്ച് എഴുതേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ആയത്തുകളും ഹദീത്തുകളൊക്കെ നമ്മൾ മനപ്പാടാക്കി വെക്കുക. ഇനി ഉത്തരം എഴുതുക. ദുആ എന്നാൽ എന്താണ്? ആരാധനയാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ, പ്രാർത്ഥന. ദുആ എന്നാൽ എന്താണ്? ദുആ എന്നാൽ ആരാധനയാണ് എന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ്. ഇനി 2, ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏതാണ്? അസുന്നത്തു വൽ ജമാഅ. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വഴി ഏതാണ്? ജീവിത മാർഗം. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം എന്ന് പറഞ്ഞാൽ അസുന്നത്തു വൽ ജമാഅത്തു. ഇനി ഇജ്മാ എന്നാൽ എന്താണ്? ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിനാണ് ഇജ്മാ എന്ന് പറയുക. ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിനാണ് ഇജ്മാ എന്ന് പറയുക. ഇനി നൈൽ നദിക്കുണ്ടായിരുന്ന ഒരു പതിവായിരുന്നു അതേതാണ്? നൈൽ നദി. ഈജിപ്തിലെ നൈൽ നദിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഒരു പതിവുണ്ടായിരുന്നു. അതെന്താണ്? അത് ഓരോ വർഷവും സുന്ദരിയായൊരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈലിൽ ഇടണമെന്നൊരു പതിവുണ്ടായിരുന്നു. സാരമെഴുതുക. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി എന്നതിൻ്റെ അർത്ഥം അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി നമ്മൾ സുജൂദിൽ ചൊല്ലൂലേ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി. അത് കാണാപ്പാടാക്കുവാണ് അതിൻ്റെ അർത്ഥവും പഠിച്ചേക്കുക. അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു. അവനെ സ്തുതിക്കലോടൊപ്പം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി, അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ സ്തുതിക്കലോടൊപ്പം. ഇനി ഇന്ന ശിർക ലദുൽമുൻ അദീം, എന്താണ്? നിശ്ചയം അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. ഇന്ന ശിർക, തീർച്ചയായും ഷിർക്ക്, ലദുൽമുൻ അദീം, അതെന്താണ്? അതിഗുരുതരമായ അക്രമമാണ്. വ്യക്തമാക്കുക. ഇബാദത്ത് എന്നാൽ എന്ത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ്. എന്താണ്? അങ്ങേ അറ്റത്തെ ആദരവും
ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അമ്പിയാക്കൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ്. എന്താണ് മുഅ്ജിസത്ത്? മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന്, അമ്പിയാക്കൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ്. ഇനി അർത്ഥമെഴുതുക. ബിദ്അത്ത് അനാചാരം, ഇബാദത്ത് ആരാധന, ഇൽമുൽ ഗൈബ് അദൃശ്യജ്ഞാനം, ദാത്ത് എന്ന് പറഞ്ഞാൽ സത്ത. അപ്പോൾ വളരെ വളരെ കറക്റ്റായ ഒരു പാഠമാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ എന്താക്കുക, ഈ ക്വസ്റ്റ്യൻ വളരെ വ്യക്തതയോടുകൂടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ടോപ്പ് പ്ലസ് കിട്ടും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.